ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആരെങ്കിലുമൊക്കെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ അവർക്ക് റിപ്ലൈ കൊടുക്കാം എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ ഈ മെയിലൊന്നും നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു നിശ്ചിത സമയത്ത് മാത്രം മെയിൽ നോക്കത്തുള്ളായിരിക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൽ അയക്കുന്ന ആൾക്കാരെ അറിയിക്കാനുള്ള ഒരു സെറ്റിങ്സ് ആണിത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാകും വരിക. നമ്മുടെ മെയിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ സെറ്റിംഗ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇവിടെ സി ഓൾ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട് ഓഫ് ഓഫീസ് ഓട്ടോ റിപ്ലൈ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലാവരുടെ മെയിലിൽ ഡീഫോൾട്ടായിട്ട് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുക. ഇത് നമ്മൾ ഓൺ ആയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ 5 മണിക്ക് തന്നെയാണ് നമ്മുടെ മെയിലുകൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് ഡേറ്റിലാണ് നമുക്ക് ഏത് ഡേറ്റ് മുതലാണ് ഓട്ടോ റിപ്ലൈ തുടങ്ങേണ്ടത്, ഏത് ഡേറ്റിലാണ് ഈ ഓട്ടോ റിപ്ലൈ അവസാനിക്കേണ്ടത്, അത് ഓപ്ഷനൽ വേണമെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഡേറ്റും ഇവിടെ ലാസ്റ്റ് ഡേറ്റ് എൻഡ് ചെയ്യേണ്ട ഡേറ്റ് ഇവിടെ കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് ഇവിടെ ഇന്നത്തെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് മുതൽ അത് സെൻഡ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുക. നമുക്ക് മെയിൽ അയക്കുന്ന ആൾക്ക് കിട്ടേണ്ട റിപ്ലൈ ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് കൊടുക്കുക. എന്ത് മെസ്സേജ് ആണോ നമുക്ക് മെയിൽ അയക്കുന്ന ആൾക്ക് കിട്ടേണ്ടത് അതിവിടെ കൊടുക്കുക. ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഞാൻ 5 മണിക്ക് എല്ലാ ദിവസവും 5 മണിക്കാണ് മെയിൽ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിപ്ലൈ തരാൻ സാധിക്കത്തുള്ളൂ, അല്ലെ അത് കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരിക എന്നാണ് ഞാനിവിടെ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺലി സെൻഡ് എ റെസ്പോൺസ് ടു പീപ്പിൾ ഇൻ മൈ കോൺടാക്ട്. നമ്മുടെ കോൺടാക്റ്റിലുള്ളവർക്ക് മാത്രം ഈ ഓട്ടോ റിപ്ലൈ പോയാൽ മതിയെങ്കിൽ ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സേവ് ചേഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോ റിപ്ലൈ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു മെയിൽ ID ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മെയിൽ കമ്പോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആ മെയിൽ ID ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു മെയിലും സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്യുവാണേ. മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഓട്ടോ റിപ്ലൈ വരുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ വന്നേക്കുന്നത് കാണാം. ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ വന്നേക്കുന്നത്. ഐ ചെക്ക് മൈ മെയിൽ എവറി ഡേ അറ്റ് 5 PM ദെൻ റിപ്ലൈ. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിപ്ലൈ മെയിൽ അയച്ചയാൾക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെയില് നമുക്കൊരാൾ മെയിൽ അയക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുത്തിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും. അപ്പം ഇത് എന്താണ് നമ്മുടെ റീസൺ, അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് വെച്ച് കൊടുത്ത മെയിൽ അയക്കുന്ന ആൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഓട്ടോ റിപ്ലൈ ഓഫ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ കാണും. ഇവിടെ എൻഡ് നൗ ഔട്ട് ഓഫ് ഓഫീസ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ എന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓട്ടോ റിപ്ലൈ ഓഫ് ആയി പോകും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ.